നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. കണ്ണൂർ കൈതപ്രത്ത് 49-കാരനെ വെടിവെച്ചു കൊന്നു. രാധാകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. പ്രതി പെരുമ്പടവ് സ്വദേശി സന്തോഷ് കസ്റ്റഡിയിൽ. കൊലപാതകം നടത്തുമെന്ന സൂചന നൽകി പ്രതി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. തോക്ക് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തത് കൊലപാതകത്തിന് 1 മണിക്കൂർ മുൻപ്. കൊള്ളിക്കുക എന്നതാണ് ടാസ്ക്, കൊള്ളുമെന്നുറപ്പ് എന്ന പോസ്റ്റ് കൊലപാതകം നടത്തിയ ശേഷവും പോസ്റ്റിട്ടു. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പർമ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാടിനെ നടുക്കിയ സംഭവമാണ് ഇന്ന് വൈകിട്ട് കണ്ണൂർ കൈതപ്രത്ത് വെച്ച് ഉണ്ടായത്. ഞാനിപ്പോൾ ആ കൊലപാതകം നടന്ന വീടിന് തൊട്ട് സമീപമാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വീടിൻ്റെ മുൻഭാഗത്തെ മുറിയിൽ വെച്ചാണ് ഈ വെടിവെപ്പും കൊലപാതകവും ഉണ്ടായത്. രാധാകൃഷ്ണനെ ആസൂത്രിതമായി സന്തോഷ് വിളിച്ചു വരുത്തി അവിടെ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തി എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഈ കൊലപാതകത്തിന് മുമ്പും ശേഷവും ഈ സന്തോഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് ഉൾപ്പെടെ പോലീസ് ഈ ആസൂത്രണം എന്ന സംശയത്തിലേക്ക് എത്താൻ കാരണമായിട്ടുണ്ട്. കൊലപാതകം നടത്തുമെന്ന് സൂചിപ്പിക്കുന്ന പോസ്റ്റുമുണ്ട്. അതോടൊപ്പം തന്നെ കൊലപാതകം നടത്തിയതിന് ശേഷം അല്ലെങ്കിൽ പങ്കുവച്ച പോസ്റ്റുമുണ്ട്. എന്തായാലും ആ കൊലപാതകത്തിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് എന്തായാലും ഈ നാടുള്ളത്. നാട്ടുകാർ ഉൾപ്പെടെ ഉണ്ട്. എന്താണ് നിങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്? നാട്ടിൽ വലിയൊരു ഞെട്ടൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഒരു 6:30-ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവർ മുമ്പേ തന്നെ ബന്ധങ്ങളുള്ളവരാണ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന വീട് എന്ന് പറയുന്നത് മരിച്ച രാധാകൃഷ്ണൻ്റെ ഭാര്യയുടെ പേരിൽ അവർക്ക് എടുക്കുന്ന വീടാണ്. ഇതിൻ്റെ കോൺട്രാക്ടറായി ആദ്യം ഉണ്ടായത് ഈ പറയുന്ന പ്രതിയായിട്ടുള്ള സന്തോഷാണ്. അപ്പോൾ അവർ തമ്മിലുണ്ടായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പോലീസ് മുഖേന നിലവിൽ പരിഹാരത്തുനിന്ന് രമ്യതയിൽ പറഞ്ഞ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് ശേഷവും ഈ വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ് സംഭവത്തിന് ശേഷം നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ പ്രതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതെല്ലാം ഒരു ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്തായാലും ഇതിലൊരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിൻ്റെയും ഒരു നിഗമനം. അത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ ഉണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുമ്പും ആ ഫോണിൽ വിളിച്ചൊക്കെ ഇയാൾ ഭീഷണിപ്പെടുത്തി, രാധാകൃഷ്ണനെ ഈ സന്തോഷ് ഭീഷണിപ്പെടുത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ മോട്ടീവാണ് ഇതിൻ്റെ ഈ കാരണം എന്നുള്ളത് ഈ നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മാത്രമാണോ എന്ന കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരുത്തേണ്ടതുള്ളത്. അതിൽ ഈ സന്തോഷിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ സന്തോഷ് പരിയാരം പോലീസ് സ്റ്റേഷനിലാണുള്ളത്. പയ്യന്നൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘം അവിടെയുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസൂത്രിതമായൊരു കൊലപാതകമാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മോട്ടീവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയിലേക്കാണ് ഇനി പോലീസിൻ്റെ അന്വേഷണം നീങ്ങുന്നത്. കണ്ണൂർ കൈതപ്രത്ത് നിന്നും അരുൺ പൂപ്പറമ്പ, 24. ഗൾഫ് വാർത്തകൾ നോക്കിയാൽ റമദാൻ അവസാനത്തെ 10 ദിവസങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും പുണ്യമേറിയ ദിനങ്ങളായാണ് ഇനിയുള്ള ദിവസങ്ങൾ കണക്കാക്കപ്പെടുന്നത്. ഹറം പള്ളികളിലേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് കൂടി. സ്വർഗവാതിലുകൾ തുറക്കപ്പെടുകയും നരകവാതിലുകൾ അടയ്ക്കപ്പെടുകയും ചെയ്യുന്ന ആനന്ദത്തിന്റെ ദിനരാത്രങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. പിശാച് ബന്ധസ്ഥനാക്കപ്പെടുന്ന നല്ല കാലം. പുണ്യകർമ്മങ്ങൾക്ക് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്നതിനാൽ വിശ്വാസികൾ ആരാധനാകർമ്മങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുന്നു. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ അഥവാ നിർണയത്തിന്റെ രാത്രി റമദാൻ അവസാന 10-ൽ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട രാത്രിയിലായിരിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നമസ്കാരം, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ, ഇഅ്തികാഫ് അഥവാ പള്ളികളിൽ ധ്യാനമിരിക്കൽ തുടങ്ങിയവ സജീവമാകും. റമദാനിലെ അവസാന ദിനങ്ങൾ ചെലവഴിക്കാൻ മക്കയിലേക്കും മദീനയിലേക്കും വിശ്വാസികളുടെ ഒഴുക്ക് വർദ്ധിച്ചു. മക്കയിൽ തീർത്ഥാടകർക്ക് സുഗമമായ കർമ്മങ്ങൾ ഉറപ്പുവരുത്താൻ കൂടുതൽ സുരക്ഷാ സൈന്യത്തെ വിന്യസിച്ചു. കൂടുതൽ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മദീനയിലെ ഹറം പള്ളിയിൽ റൗള സന്ദർശനത്തിനുള്ള സമയത്തിൽ മാറ്റം വരുത്തി. മക്കയിലെ ഹറം പള്ളിയിൽ പരമാവധി ഉംറ തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കേണ്ടതുണ്ടെന്നും മറ്റുള്ളവർ കഴിയുന്നതും മക്കയിലെ മറ്റു പള്ളികളിൽ പ്രാർത്ഥന നടത്തണമെന്നും ഹജ്ജ് ഉംറ മന്ത്രാലയം ആവശ്യപ്പെട്ടു. മക്ക മദീന നഗരങ്ങൾക്കിടയിലെ ഹറമൈൻ ട്രെയിൻ സർവീസുകളുടെ എണ്ണം ഈ 10 ദിവസങ്ങളിൽ വർദ്ധിപ്പിച്ചു. ദിവസം 130 ട്രെയിനുകളാണ് സർവീസ് നടത്തുക. ജലീൽ കണമകലം, 24, ജിദ്ദ. സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ മലയാളി യുഎഇയിൽ ജയിലിൽ. വയനാട്ടിലെ കെൻസ ഹോൾഡിംഗ് ഉടമ ഷിഹാബ് ഷായാണ് ജയിലിലായത്. അർമാനി ക്ലിനിക്, അർമാനി പോളി ക്ലിനിക് എന്നിവയുടെ മറവിലായിരുന്നു തട്ടിപ്പ്.
സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് തൃശൂർ വെങ്കിടങ്ങ് സ്വദേശിയായ ഷിഹാബ് ഷാ UAE-യിൽ അറസ്റ്റിലായിരിക്കുന്നത്. കഴിഞ്ഞ മാസം ദുബായിൽ അറസ്റ്റിലായ ഷിഹാബിനെ ഷാർജ സെൻട്രൽ ജയിലിലേക്കും തുടർന്ന് അബുദാബിയിലേക്കും മാറ്റുകയായിരുന്നു. നിലവിൽ അലൈൻ സെൻട്രൽ ജയിലിലാണ് ഷിഹാബ് ഷായുള്ളത്. വിവിധ നിക്ഷേപ പദ്ധതികളുടെ പേരിൽ അബുദാബി, ദുബായ്, ഷാർജ ഉൾപ്പെടെ UAE-യിലെ വിവിധയിടങ്ങളിലെ മലയാളികളടക്കമുള്ളവരെ കബളിപ്പിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതായി പ്രവാസികൾ ആരോപിക്കുന്നുണ്ട്. UAE-യിലെ മലയാളി സമൂഹത്തിൽ നിന്ന് മാത്രം 200 കോടിയോളം രൂപ തട്ടിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. വയനാട്, ഇടുക്കി എന്നിവിടങ്ങളിൽ നിർമ്മാണത്തിലിരിക്കുന്ന വില്ലകൾ കാണിച്ച് നിക്ഷേപം സ്വീകരിക്കുക, ഇടയ്ക്ക് വെച്ച പദ്ധതി ഉപേക്ഷിച്ച് അതേ സ്ഥലത്ത് മറ്റൊരു പദ്ധതി പ്രഖ്യാപിച്ച് അതിലേക്കും നിക്ഷേപം സ്വീകരിക്കുക എന്നതായിരുന്നു തട്ടിപ്പിന്റെ രീതി. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഷിഹാബിനെതിരെ കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു. 24 ദുബായ്. വ്യാജ സമ്മാന തട്ടിപ്പുകൾക്കെതിരെ കരുതിയിരിക്കണമെന്ന് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ്. റമദാനോടനുബന്ധിച്ച് സമ്മാനം ലഭിച്ചതായും ബാങ്ക് വിവരങ്ങൾ കൈമാറാനും ആവശ്യപ്പെട്ടാണ് തട്ടിപ്പുകാർ ആളുകളെ സമീപിക്കുന്നത്. റമദാൻ മാസത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതികളിൽ വിജയിയായെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. ആളുകളെ ഫോണിൽ വിളിച്ച് സമ്മാനം കൈപ്പറ്റുന്നതിനായി ബാങ്ക് വിവരങ്ങൾ നൽകണമെന്നാണ് തട്ടിപ്പുകാർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം റമദാൻ മാസത്തിൽ സഹായം നൽകുന്നതിനുള്ള ലിങ്കുകളാണ് എന്ന തരത്തിൽ വ്യാജ ലിങ്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ആളുകളെ കബളിപ്പിക്കാനും തട്ടിപ്പുകാർ ശ്രമിക്കുന്നുണ്ടെന്നും ഇതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. വരുന്ന സന്ദേശങ്ങളുടെ ആധികാരികത പരിശോധിക്കണമെന്നും തട്ടിപ്പുകാരെ കരുതിയിരിക്കണമെന്നും പോലീസിന്റെ ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ ഡയറക്ടർ മേജർ ജനറൽ മുഹമ്മദ് സൊഹൈൽ അൽ റഷ്ദി പറഞ്ഞു. നന്മ ചെയ്യാനും ആവശ്യമുള്ളവരെ സഹായിക്കാനും ആഗ്രഹിക്കുന്നവർ ഔദ്യോഗിക ചാരിറ്റികളുമായും സംഘടനകളുമായും ബന്ധപ്പെടണമെന്നും അധികൃതർ വ്യക്തമാക്കി. സംശയാസ്പദമായ സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അബുദാബി പോലീസിന്റെ വെബ്സൈറ്റ് വഴിയോ 800 26 26 എന്ന നമ്പർ വഴിയോ റിപ്പോർട്ട് ചെയ്യണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. 24 ദുബായ്. റിയാദിലെ കായംകുളം പ്രവാസി അസോസിയേഷൻ കൃപ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. റിയാദ് മലാസിൽ വെച്ച് നടന്ന പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. അബ്ദുൾ വാഹിദിന്റെ റമദാൻ സന്ദേശത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചെയർമാൻ മുജീബ് കായംകുളം നിർവഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഷബീർ വരിക്കപ്പള്ളി ആമുഖ പ്രസംഗം നടത്തി. പ്രസിഡന്റ് ഇസ്ഹാഖ് ലവ്ഷോർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ഷീബു ഉസ്മാൻ സ്വാഗതം ആശംസിച്ചു. സംഘടനയിൽ പുതുതായി ചേർന്ന അംഗങ്ങൾക്കുള്ള അംഗത്വ കാർഡ് വിതരണ ഉദ്ഘാടനം എംബസി ഉദ്യോഗസ്ഥൻ പുഷ്പരാജ് പയ്യോളി നിർവഹിച്ചു. പ്രമുഖ വ്യവസായി രാജംപിള്ളയ്ക്ക് ചടങ്ങിൽ ഉപഹാരം കൈമാറി. ട്രഷറർ സലീം തുണ്ടത്തിൽ നന്ദി പറഞ്ഞ പരിപാടിയിൽ റിയാദിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കൃപ അംഗങ്ങളും പങ്കെടുത്തു. ഷൈജി നമ്പലശ്ശേരി, സെയ്ഫ് കൂട്ടുങ്ങൽ, രഞ്ജിത്ത്, ഷാജി PK, സലീം പള്ളിയിൽ, K റഷീദ്, ഫസൽ കണ്ടപ്പുറം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 24 റിയാദ്. സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിൽ കഴിയുന്ന കൊണ്ടോട്ടിക്കാരുടെ കൂട്ടായ്മയായ കൊണ്ടോട്ടിയൻസ് അറ്റ് ദമാം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കൊണ്ടോട്ടിക്കാരുടെയും സാംസ്കാരിക സാമൂഹിക ജീവകാരുണ്യ രംഗത്തെ പ്രമുഖരുടെയും വിവിധ സംഘടനാ നേതാക്കളുടെയും സംഗമവേദി കൂടിയായി കൊണ്ടോട്ടിയൻസ് സമൂഹ നോമ്പുതുറ. സൗദി കിഴക്കൻ പ്രവിശ്യയിൽ കഴിയുന്ന കൊണ്ടോട്ടിക്കാരുടെ കൂട്ടായ്മയായ കൊണ്ടോട്ടിയൻസ് അറ്റ് ദമാമാണ് കൊണ്ടോട്ടിയൻസ് നോമ്പക്കാരം എന്ന പേരിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. പേരുപോലെ തന്നെ കൊണ്ടോട്ടിക്കാരുടെ നോമ്പ് കാലത്തെ ഒരു തക്കാരം. കുടുംബിനികൾ തയ്യാറാക്കിക്കൊണ്ടുവന്ന വ്യത്യസ്ത വിഭവങ്ങൾ മുതൽ നല്ല കൊണ്ടോട്ടി ബിരിയാണി വരെ വിളമ്പിക്കൊണ്ടായിരുന്നു ഈ വർഷത്തെ കൊണ്ടോട്ടിയൻസ് നോമ്പുതുറ. കിഴക്കൻ പ്രവിശ്യയിലെ കൊണ്ടോട്ടിക്കാരും സാംസ്കാരിക സാമൂഹിക ജീവകാരുണ്യ രംഗത്തെ പ്രമുഖരെല്ലാം ഒത്തുകൂടിയപ്പോൾ ഒരു വലിയ സംഗമവേദി കൂടിയായി മാറി കൊണ്ടോട്ടിയൻസ് നോമ്പക്കാരം. ഈ വർഷം ഞങ്ങൾക്ക് വളരെയധികം ഒട്ടനവധി ആളുകളെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. 300-ൽ പരം ആളുകൾ ഈ പരിപാടിയിലേക്ക് വന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് ഞങ്ങൾ സംഘടിപ്പിച്ചത് ഇവിടുത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പലരും ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. വളരെയധികം ഗംഭീരമായിട്ട് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ഇനി അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു ചെറിയൊരു പ്രകാശനം നടത്തിയിട്ടുണ്ട്. അടുത്ത മാസം ജൂണിൽ 20-ന് ഒരു മോയിൻകുട്ടി നൈറ്റ് നടത്തുന്നുണ്ട്. ജൂൺ 20-ന് ദമാമിൽ വെച്ച് നടക്കുന്ന കൊണ്ടോട്ടി മഹോത്സവം വൈദ്യർ നൈറ്റ് പരിപാടിയുടെ ഫ്ലെയർ പ്രകാശനം ദമാമുകാരുടെ പ്രിയപ്പെട്ട കാരണവരും കൊണ്ടോട്ടിയൻസ് ദമാമിന്റെ ഉപദേശക അംഗം കൂടിയായ അഹമ്മദ് പുളിക്കൽ നിർവഹിച്ചു. പ്രസിഡന്റ് ആലിക്കുട്ടിയോളവട്ടൂരിന്റെ അധ്യക്ഷതയിൽ ഹമീദ് ചേനങ്ങാടൻ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ PM ഹാരിസ് റമദാൻ സന്ദേശം നൽകി. കബീർ കൊണ്ടോട്ടി, ഷമീർ കൊണ്ടോട്ടി, സിദ്ദീഖ് ആനപ്ര, സൈനു വലിയപറമ്പ്, സമ്മദ് സൽക്കാര, മുസ്തഫ പള്ളിക്കൽ ബസാർ, സുഹൈൽ ഹമീദ്, അനീസ് കോട്ടപ്പുറം, റസാഖ് ബാബു, നാസർ കോട്ട തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി. അഷ്റഫ് കൊണ്ടോട്ടി സ്വാഗതവും റിയാസ് മരക്കാട്ട് തൊടിക നന്ദി പറഞ്ഞു. സുബൈറുദ്ദൂർ 24
ദമാം. ദമാമിലെ തൃക്കരിപ്പൂർ മണ്ഡലം KMCC വനിതാ വേദി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അൽക്കോബാർ സ്പൈസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ മഹ്സാസ് ജാഫർ അധ്യക്ഷത വഹിച്ചു. ഫാത്തിമ അബ്ദുൽ ഹമീദ്, ജാസ്മിൻ ജുനൈദ്, നബീല അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ഖദീജ അബ്ദുള്ള, ഫാത്തിമ സത്താർ, നബീല റഫീഖ്, ഷാനിബ ബഷീർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ദമാം ഇന്ത്യൻ മീഡിയ ഫോറം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഹബീബ് ഏലംകുളത്തെയും ജനറൽ സെക്രട്ടറിയായി നൌഷാദ് ഇരിക്കൂറിനെയും ട്രഷററായി പ്രവീൺ വല്ലത്തിനെയും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റായി സാജിദ് ആറാട്ടുപുഴയെയും ജോയിന്റ് സെക്രട്ടറിയായി റഫീഖ് ചെമ്പോത്തറയെയും തിരഞ്ഞെടുത്തു. മുജീബ് കളത്തിൽ, സുബൈർ ഉദനൂർ എന്നിവരാണ് രക്ഷാധികാരികൾ. ദമാം ഓഷ്യാന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജനറൽ ബോഡി യോഗത്തിൽ മുൻ പ്രസിഡന്റ് മുജീബ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വാർഷിക റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിൽ ഫോറം ആശങ്ക രേഖപ്പെടുത്തി. രക്ഷിതാക്കളും വിദ്യാലയങ്ങളും അധ്യാപകരും പൊതുസമൂഹവും ലഹരിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും മീഡിയ ഫോറം ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കുമായി ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. മറ്റു വാർത്തകൾ നോക്കാം. മുതിർന്ന നേതാവ് KE ഇസ്മായിലിനെ CPI-യിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടിക്ക് നൽകിയ വിശദീകരണം തള്ളിക്കൊണ്ടാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇസ്മായിലിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി P. രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയിലാണ് നടപടി. നടപടിയെപ്പറ്റി അറിയില്ല എന്നായിരുന്നു KE ഇസ്മായിലിന്റെ പ്രതികരണം. പാർട്ടിയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയ പ്രതികരണത്തിന്റെ പേരിലാണ് ഒരു കാലത്ത് CPI-യിലെ സർവശക്തനായിരുന്ന KE ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്തത്. എറണാകുളം ജില്ലാ കൗൺസിലിന്റെ പരാതി പരിഗണിച്ചാണ് നടപടി. വിവാദ പ്രതികരണത്തെ ന്യായീകരിച്ചുകൊണ്ട് നൽകിയ വിശദീകരണം തള്ളിക്കൊണ്ടാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് KE ഇസ്മായിലിനെ പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയ വിധം പെരുമാറിയതിൻ്റെ പേരിൽ പാർട്ടിയുടെ നേതാവ് സഖാവ് KE ഇസ്മായിലിനെ പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിക്കെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല. P. രാജു തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞതെന്നായിരുന്നു ഇസ്മായിൽ നൽകിയ വിശദീകരണം. അച്ചടക്ക നടപടി വന്നതോടെ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനോ ഉദ്ഘാടകനാകാനോ ഇനി ഇസ്മായിലിന് കഴിയില്ല. CPI-യിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കാനം വിരുദ്ധ പക്ഷത്തിന്റെ നേതാവായിരുന്നു KE ഇസ്മായിൽ. സമ്മേളനകാലത്ത് സംസ്ഥാന നേതൃത്വത്തിനെതിരായി ഏകോപനം നടത്താൻ ഇപ്പോഴും കെൽപ്പുള്ള നേതാവാണ് KE. അതുകൊണ്ടാണ് സമ്മേളനകാലത്ത് ഇസ്മായിലിനെ പുറത്താക്കാതെ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയത്. നടപടിയോട് ഇസ്മായിൽ പ്രതികരിച്ചില്ല. അത് പിന്നീട് വരട്ടെ, അതെന്താ കഥ എനിക്കറിയില്ല. എന്തെങ്കിലും അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇതിൽ കവിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല. ഒരുപാട് സഹാക്കൾ വിളിക്കുന്നുണ്ട്. അത് ഈ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും വിളിക്കുകയാണ്, ഞാനും കണ്ടു എന്ന് അവരോട് പറയുകയാണ്. അത്രയേ ഉള്ളൂ. നേരത്തെ പാലക്കാട്ടെ പാർട്ടി ഉമ്മതരെ പിന്തുണച്ചതിൻ്റെ പേരിൽ ഇസ്മായിലിനെ താക്കീത് ചെയ്തിരുന്നതാണ്. പാർട്ടി വിരുദ്ധ പ്രതികരണങ്ങൾ നടത്തരുന്ന നിബന്ധനയോടെയാണ് അന്ന് ദേശീയ നേതൃത്വം ഇടപെട്ട് നടപടി താക്കീതിൽ ഒതുക്കിയത്. എന്നാൽ ദേശീയ നേതൃത്വം നൽകിയ നിർദ്ദേശം ലംഘിച്ചതോടെ സംസ്ഥാന നേതൃത്വം നടപടിയിലേക്ക് പോവുകയായിരുന്നു. P. രാജുവിന്റെ നിര്യാണത്തോടനുബന്ധിച്ച് നടത്തിയ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്മായിലിനോട് വിശദീകരണം തേടാൻ കഴിഞ്ഞ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരുന്നു. അർബുദ രോഗബാധിതനായ P. രാജുവിനെതിരായ നടപടി റദ്ദ് ചെയ്യാൻ കൺട്രോൾ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടും പാർട്ടി നേതൃത്വം നടപടിയെടുത്തില്ലെന്നായിരുന്നു ഇസ്മായിലിന്റെ അന്നത്തെ പ്രതികരണം. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മന്ത്രി വീണ ജോർജിന് അനുമതി ലഭിച്ചില്ല. കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിച്ച് നിവേദനം നൽകിയെന്ന് മന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാരുടെ സമരം തുടരുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി വീണ ജോർജ് ഡൽഹിയിലെത്തിയത്. സമരം നടത്തുന്ന ആശാ വർക്കേഴ്സുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് മന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയത്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയെങ്കിലും അനുമതി ലഭിച്ചില്ല. തുടർന്ന് നിവേദനത്തിലൂടെ ആശാ വർക്കേഴ്സിന്റേതുൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറിയെന്ന് മന്ത്രി വീണ ജോർജ്. ഇന്ന് ലഭിക്കണം എന്നുള്ള നിലയിൽ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് തിരക്കായിരുന്നത് കൊണ്ടാവാം. അപ്പോൾ അടുത്തൊരു ദിവസം അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടുവാണെങ്കിൽ അന്ന് വരും. കൺവീനിയന്റ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ വരും. ഇന്ന് ഏതായാലും റെപ്രസെന്റേഷൻസ് 2 കൊടുത്തിട്ടുണ്ട്. ഇൻസെന്റീവ് അല്ല, ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മതിയെന്ന ആശമാരുടെ പ്രസ്താവനയിൽ നിന്നു തന്നെ രാഷ്ട്രീയം വ്യക്തമെന്നും മന്ത്രി. ആശാ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇത് ആശാ കേന്ദ്ര സ്കീമാണ്. 2005-2006 ഈ ആശാ സ്കീം, കേന്ദ്ര സ്കീം തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഇൻസെന്റീവ്സ് വർദ്ധിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കണമെന്നുള്ളത് പറയുന്നത്. ഈ മാസം 20-ന് റെസിഡന്റ് കമ്മീഷണർ മുഖേനയും 18-ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൂടിക്കാഴ്ചയ്ക്കായി അനുമതി തേടി കത്ത് നൽകിയിരുന്നു. ആശമാരുടെ ആവശ്യങ്ങൾക്ക് പുറമെ കേരളത്തിന്റെ എയിംസ് എന്ന ആവശ്യം ഉൾപ്പെടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം. ആശാ വർക്കേഴ്സിന്റെ സമരം 39-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരം അവസാനിപ്പിക്കാൻ
കേന്ദ്രത്തിന്റെ ഇടപെടൽ കൂടി തേടിയായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ ഡൽഹി സന്ദർശനം. വിനീത വിജി, 24, ഡൽഹി. ആശാ വർക്കേഴ്സിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത UDF. നിയമസഭ ബഹിഷ്കരിച്ച UDF MLA-മാർ നിരാഹാര സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിന് സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സമരം തീർക്കാൻ മുഖ്യമന്ത്രി മുൻകൈയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അതേസമയം പ്രതിഷേധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള നിരാഹാര സമരം ആരംഭിച്ചു. കേന്ദ്രം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് അനുസരിച്ച് സംസ്ഥാനവും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 39 ദിവസമായി തുടരുന്ന പ്രതിഷേധത്തോട് സർക്കാർ മുഖം തിരിച്ചതോടെയാണ് നിരാഹാര സമരത്തിലേക്ക് ആശാവർക്കർമാർ കടന്നത്. ഇടത് അനുഭാവിയായ KG താര ഉദ്ഘാടനം ചെയ്ത സമരത്തിന് UDF MLA-മാരും ഐക്യദാർഢ്യവുമായി എത്തി. മന്ത്രിമാർ തുടക്കം മുതൽ സമരത്തെ അധിക്ഷേപിക്കുകയാണെന്നും സമരത്തിൽ ആശമാർക്ക് ഒപ്പം തന്നെ ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ സമരത്തോടൊപ്പമാണ്. ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഈ സമരത്തെ പിന്തുണച്ചത്. ഞങ്ങൾ ഈ സമരം ന്യായമാണ് എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ആ സമരത്തെ പിന്തുണച്ചത്. ഞങ്ങൾ നന്നായിട്ട് ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ജോലി ഭാരത്തെക്കുറിച്ച് നന്നായി പഠിച്ച് അവർ ചെയ്യുന്ന ജോലി നമ്മൾ വിഷമിക്കും. നമ്മൾ 12-14 മണിക്കൂറാണ് അവർ ജോലി ചെയ്യുന്നത്. അതിന് ന്യായമായ പരിഹാരം കിട്ടണം. ആശാ വർക്കർമാരുടെ സമരത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. കേന്ദ്രം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് കേരളവും വർദ്ധിപ്പിക്കുമെന്ന് LDF യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. CPI-യും RJD-യും യോഗത്തിൽ വിഷയം ഉന്നയിച്ചപ്പോഴാണ് മറുപടി. സമരം തീർക്കണമെന്ന് ഘടകകക്ഷികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഓണറേറിയം വർധനയടക്കം ആവശ്യപ്പെട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയത്. 2 വട്ടം ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയിട്ടും അനുകൂല തീരുമാനമില്ല. നിരാശരാകാതെ സമര മുദ്രാവാക്യങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ ഉയർത്തിയാണ് ആശാ വർക്കർമാർ നിരാഹാര സമരത്തിലേക്ക് കടന്നത്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി മോദി സ്തുതിയിൽ ഉറച്ച ഡോക്ടർ ശശി തരൂർ MP. 2 വർഷം മുൻപ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ശശി തരൂർ 24-നോട് പറഞ്ഞു. താൻ പറഞ്ഞതിനർത്ഥം കോൺഗ്രസിന് കേന്ദ്ര നയങ്ങളോട് യോജിപ്പുണ്ടെന്നാണെന്നും ശശി തരൂർ പറഞ്ഞു. തരൂരിന്റെ പരാമർശത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിതിലൊരു വിവാദം കണ്ടില്ല. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്നെ രാഹുൽ ഗാന്ധി 2 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പാർട്ടി സർക്കാരിൻ്റെ പോളിസിയോടൊപ്പം യോജിപ്പുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെ പ്രശംസിച്ച് നടത്തിയ പരാമർശത്തെക്കാൾ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നതാണ് തരൂരിന്റെ ഈ വാക്കുകൾ. 2023 സെപ്റ്റംബറിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു, തങ്ങൾക്ക് ഒരു വിരോധവുമില്ല, സർക്കാരിന്റെ നയങ്ങൾ തന്നെ ശരിയെന്ന്. രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് താനും ആവർത്തിച്ചത്. അതിനർത്ഥം കോൺഗ്രസ് പാർട്ടിക്ക് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് യോജിപ്പുണ്ടെന്നുമാണ് ശശി തരൂർ 24-നോട് തുറന്നു പറഞ്ഞത്. പരാമർശം രാഹുൽ ഗാന്ധിക്കേറ്റ തിരിച്ചടിയെന്ന BJP പ്രതികരണത്തിലും തരൂരിന്റെ മറുപടി ഇങ്ങനെ. ഇല്ല, അദ്ദേഹം പറഞ്ഞതിന് ഞാനും പറഞ്ഞു. അപ്പൊ എങ്ങനെ തിരിച്ചടിയാവും? മോദി സ്തുതി പരാമർശത്തിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ട് പോകാതെ അതേ വാക്കുകൾ ശശി തരൂർ വീണ്ടും ആവർത്തിച്ചു. റഷ്യ എതിരിക്കാത്ത കാരണം നമുക്ക് അവരൊപ്പം നല്ല ബന്ധമുണ്ട്, മറ്റേവരൊപ്പം നല്ല ബന്ധമുണ്ട്. പ്രധാനമന്ത്രി 2 രാജ്യത്തും പോയി കെട്ടിപ്പിടിക്കുന്നു. അതുകൊണ്ട് അഥവാ സമാധാനത്തിൽ ഭാരതത്തിനെ ആവശ്യപ്പെട്ടാൽ 2 രാജ്യങ്ങളും നമ്മളെ സ്വീകരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു തിരുത്തലിനും തയ്യാറാകാതെ ശശി തരൂർ മുന്നോട്ട് പോകുമ്പോൾ തീർത്തും പ്രതിരോധത്തിലായത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ്. മോദി സ്തുതിയിൽ ഇത്തവണ കോൺഗ്രസ് പാർട്ടിയെ കൂട്ടുപിടിച്ചാണ് ശശി തരൂർ സ്വന്തം പരാമർശത്തെ ന്യായീകരിച്ചത്. ഇതോടെ കോൺഗ്രസ് പാർട്ടിക്കിനി മൗനം തുടരാനാകില്ല. കേന്ദ്ര സർക്കാർ നയങ്ങളോട് പാർട്ടിക്ക് യോജിപ്പുണ്ടായിരുന്നോ എന്നതിൽ കോൺഗ്രസിന് ഉത്തരം നൽകേണ്ടി വരും. R. അച്യുതൻ, 24, ഡൽഹി. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. SKN40 4-ാം ദിനം. ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കേരള യാത്രയ്ക്ക് പിന്തുണയുമായി ജോയ് ആലുക്കാസ്. കൊല്ലത്തെ 2-ാം ദിന പര്യടന വേളയിലാണ് പ്രമുഖ സ്വർണ്ണ വസ്ത്ര വ്യാപാര സ്ഥാപനമായ ജോയ് ആലുക്കാസ് വരവേൽപ്പ് നൽകിയത്. SN കോളേജിൽ നിന്നുമാണ് SKN40 ലഹരി വിരുദ്ധ പ്രചാരണ യാത്ര കൊല്ലം ജോയ് ആലുക്കാസിലെത്തിയത്.
ജോളി സിൽക്സ് റീറ്റെയിൽ മാനേജർ മഹേഷ് MJ, ജോയ ലുക്കാസ് മാനേജർ അരുൺകുമാർ TM, ജോളി സിൽക്സ് മാനേജർ പ്രതീഷ് PV, അസിസ്റ്റന്റ് മാനേജർ സന്തോഷ് കുമാർ, PR വിശ്വേശ്വരൻ പിള്ള എന്നിവർ ചേർന്ന് SKN സ്വീകരിച്ചു. 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ജോയ ആലുക്കാസിന്റെ പൂർണ്ണ പിന്തുണ SKN നയിക്കുന്ന ലഹരി വിരുദ്ധ യാത്രയ്ക്കുണ്ടാകുമെന്ന് ആലുക്കാസ് അധികൃതർ ഉറപ്പു നൽകി. ലഹരിക്ക് വിരുദ്ധയുള്ള സാറിന്റെ നിർത്താത്ത സമരത്തിനും എല്ലാത്തിനും ഒരു ഉയർന്ന ഒരു കൈയോടുകൂടി തന്നെ സാറിനെ ചെയ്യുന്നു. സാറിനൊരു വിവിധ ഫ്ലോറുകളിലായി പ്രവർത്തിക്കുന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമും വസ്ത്രശാലയും സന്ദർശിച്ച SKN ഓരോ ജീവനക്കാരെയും നേരിൽ കണ്ട് ക്യാമ്പയിന് പിന്തുണ തേടി. ഒപ്പമുണ്ടാകുമെന്ന് ജീവനക്കാരുടെ ഉറപ്പ്. ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം തോന്നുന്നു. സ്കൂളുകളിലും മറ്റിടങ്ങളിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജോയ ലുക്കാസ് നൂറുകണക്കിന് രോഗികൾക്ക് നിലവിൽ ഡയാലിസിസ് ചികിത്സാ സഹായങ്ങളടക്കം നൽകി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സമാന ചിന്താഗതിയുമായി ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിനുമായി രംഗത്തെത്തിയ SKN40യുടെ ഭാഗമാകാൻ ജോയ ലുക്കാസ് മുൻകൈയെടുത്തത്. 24 കൊല്ലം. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. ലഹരിക്കെതിരെ 24 ന്യൂസ് നടത്തുന്ന SKN40 കേരള യാത്രയ്ക്ക് പിന്തുണയുമായി സൗദിയിലെ KMCC പ്രവർത്തകരും. മഹാവിപത്തിനെതിരെ 24 നടത്തുന്ന ഉദ്യമം വിജയം കാണുമെന്നും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരള യാത്രയ്ക്ക് സൗദി കിഴക്കൻ പ്രവിശ്യ KMCC പൂർണ്ണ പിന്തുണ അറിയിക്കുന്നതായും പ്രവിശ്യ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോടൂർ പറഞ്ഞു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് കിഴക്കൻ പ്രവിശ്യ KMCC സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലാണ് സമൂഹത്തെ ഒന്നടങ്കം കാർന്നുകൊണ്ടിരിക്കുന്ന മഹാവിപത്തായ ലഹരിക്കെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് സൗദിയിലെ KMCC പ്രവർത്തകരും പൂർണ്ണ പിന്തുണ അറിയിച്ചത്. മഹാവിപത്തിനെതിരെ 24 ചാനൽ നടത്തുന്ന ഈ ഉദ്യമം വിജയം കാണുമെന്നും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഈ കേരള യാത്രയ്ക്ക് സൗദി കിഴക്കൻ പ്രവിശ്യ KMCC പൂർണ്ണ പിന്തുണ അറിയിക്കുന്നതായും പ്രവിശ്യ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോടൂർ പറഞ്ഞു. 24 ചാനൽ തിരുവനന്തപുരത്ത് നിന്നും തുടങ്ങിയിട്ടുള്ള ലഹരിക്കെതിരെയുള്ള യാത്രയിൽ എന്താണോ കേരളം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് KMCCയുടെ എല്ലാവിധ പിന്തുണയും KMCC നൽകുന്നു. മലപ്പുറം ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സഹീർ മജിദാൽ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞാവാചകം പ്രവർത്തകരെല്ലാം ഏറ്റുചൊല്ലിയാണ് SKN40 കേരള യാത്രയ്ക്കുള്ള പിന്തുണ അറിയിച്ചത്. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. പ്രവാസി കൂടിയായ റഹീമിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ കാണിച്ച വലിയ മനസ്സിന് എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാകില്ലെന്ന് KMCC കിഴക്കൻ പ്രവിശ്യ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പാണ്ഡികശാല പറഞ്ഞു. അബ്ദുറഹീം എന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന് വീട് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ SKNന്റെ യാത്ര ആ വഴി പോകുമ്പോൾ അദ്ദേഹത്തിന് വീടെടുത്തു കൊടുക്കാമെന്ന ഒരു സന്ദേശം നൽകുകയും അത് ഏറ്റെടുക്കുകയും ചെയ്ത 24 ചാനലിനെ KMCCക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. SKN കേരളത്തിലുള്ളവരും നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരി വിപത്തിനെതിരെയുള്ള യാത്ര വിജയിപ്പിക്കേണ്ടത് ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ SKN നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. വഴിതെറ്റി പോകുന്ന നമ്മുടെ മക്കളെ നേർവഴിയിലേക്ക് കൊണ്ടുപോകാൻ തീർച്ചയായും ഇത് ഉപകരിക്കും. എന്തുകൊണ്ടും ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന നമ്മുടെ SKNനും അതുപോലെ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങുന്ന നമ്മുടെ ഈ 24 ചാനലിനും 1000 അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർഹിക്കുകയാണ്. KMCC വനിതാവേദി പ്രവർത്തകരും പ്രതിജ്ഞ ചൊല്ലി SKN40 കേരള യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചു. സുബൈറുദ്ദീനൂർ, 24 ദമാം. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.